മോർച്ചയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. അഖിൽ, ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര സ്വാഭാവികമായും മുഴുവൻ സമൂഹവും ഏറ്റെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ്. സന്തോഷത്തിൻ്റെയും ഭക്തിയുടെയും ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകുകയും ഒക്കെ ചെയ്യുന്ന അന്തരീക്ഷമാണത് നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ CPM-ന്റെ ഗുണ്ടകൾ ഇത്തരമൊരു അതിക്രമം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കാപ്പ കേസിലെ പ്രതികൾ ഉൾപ്പെടെയാണ് ഈ ശോഭായാത്രയ്ക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പെൺകുട്ടികളുടെ പോലും മുടിക്ക് പിടിച്ചു വലിക്കുകയും അത്തരം അതിക്രമങ്ങൾ അവിടെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു അഖിൽ? ഇന്നലെ നരിപ്പറ്റയിൽ കൈവേലിയിൽ മുണ്ടിയോടുമ്മൽ ദേവസ്ഥാനത്ത് നിന്ന് തുടങ്ങിയ ശോഭായാത്രയിൽ ഒട്ടനവധി അമ്മമാരും കുഞ്ഞുങ്ങളും നടന്ന ശോഭയാത്ര ശ്രീകൃഷ്ണന്റെയും രാമന്റെയും നാമജപ യാത്രകയായിട്ട് പോകുന്ന സമയത്താണ് നരിപ്പറ്റ CP മുക്കിൽ നടത്തുന്ന CPM ഗുണ്ടകൾ ചേർന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ വണ്ടി അടിച്ച് പൊളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനെ അടിക്കുമ്പോൾ അവരുടെ അനിയന്റെ ഭാര്യ അത് തടയാൻ ചെന്നപ്പോഴാണ് രാമന്റെ പാട്ടിന് നിങ്ങൾ ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മുടി കുത്തിപ്പിടിച്ച് കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള തെറി വിളിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത്. അഖിൽ, ഒപ്പം ഈ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പോൾ ശോഭായാത്ര ഇന്നലെ വൈകുന്നേരം നടന്നു. ഇതിനെതിരെ അക്രമം CPM നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് ഈ അതിക്രമം നടത്തിയതെന്ന് ജനം TV-ക്ക് ലഭിച്ചിട്ടുള്ള ആ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്രിമിനലുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പേരുകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. കാപ്പ കേസിലെ പ്രതിയുണ്ട്. പക്ഷേ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. അന്വേഷണത്തിന്റെ കാര്യമായി ഇന്നലെ ഞങ്ങൾ പോലീസുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്നലെ രാത്രിയോടെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേങ്കിൽ ഇന്ന് രാവിലെ 10 വരെ ഈ സമയമായി ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന BJP-യുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർക്ക് നേരെ കുറ്റ്യാടി CI-യുടെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും പിന്നെ ഇവിടെ നിൽക്കരുത്, വീട്ടിലേക്ക് പോകണമെന്ന തരത്തിലുള്ള ഭീഷണിയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. മുൻപ് ശോഭായാത്രയ്ക്ക് നേരെ ഇത്തരം സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആ സ്ഥലത്ത് ഇത്തരം സംഘർഷങ്ങൾ നടക്കുന്ന സ്ഥലമാണോ അഖിൽ? കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ കുറ്റ്യാടിയിൽ ഇതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര തടയാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രവർത്തകരുടെയും സമീപനം പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടക്കുന്ന ശോഭയാത്രയിൽ CPM-ന്റെ പ്രവർത്തകർ അവരെ സംഘം ചേർന്നാണ് ആക്രമിക്കാൻ വരുന്നത്. വളരെ നന്ദി അഖിൽ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഈ ശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകിയ BJP-യുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അഖിലാണ് പ്രതികരിച്ചത്. BJP സംസ്ഥാന സെക്രട്ടറി ശ്യാം രാജ് കൂടി ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്യാം, ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ 2 സ്ഥലത്താണ് CPM-ന്റെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഒന്ന് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ണൂരിൽ അത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കോഴിക്കോടും കണ്ണൂരും ഈ ഗോപികാ നൃത്തമൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ്. അതിനിടയിലേക്ക് കയറിയിട്ടാണ് ഈ കാപ്പ കേസിലെ പ്രതികളൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടുന്നത്. എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളോട് അങ്ങ് പ്രതികരിക്കുന്നത് ശ്യാം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ ആളിളകിയിരിക്കുകയാണ്. സത്യത്തിൽ അവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 3-4 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അവരുടെ റിപ്പോർട്ട് വരുന്നു. അവര് കേരളത്തിലെ ശ്രീകൃഷ്ണ ജയന്തിയിൽ സംഘപരിവാർ സംഘടനകൾ ആഘോഷിക്കുന്നു, അതുകൊണ്ട് അവർ ബദൽ ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ പോവാന്ന് പറഞ്ഞു. കണ്ണൂരിലെ ചിലയിടങ്ങളിലേക്ക് അവർ ബദൽ ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ നോക്കി, അത് പൊളിഞ്ഞു. കാരണം ഇതിന്റെ പ്രശ്നത്തിന് അടിസ്ഥാനപരമായിട്ട് ശ്രീകൃഷ്ണനെയും അതോടൊപ്പം തന്നെ അതൊക്കെ വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു വശത്ത് ഇവര് രഹസ്യമായിട്ട് ഇവരുടെ പ്രവർത്തകരോട് അതിലൊന്നും പങ്കെടുക്കരുതെന്ന് പറയുകയും സ്വാഭാവികമായിട്ടും ബാലഗോകുലത്തിന്റെ ഒപ്പം പൊതുജനങ്ങളും കുട്ടികളും ഒക്കെ വരുമ്പോൾ അതിനോടുള്ള അസൂയോ ഭയമോ മൂത്തിട്ട് അതിനെതിരെ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകൾ നടത്താം എന്നാണ് അവർ വിചാരിച്ചത്. ഇപ്പൊ അത് പൊളിഞ്ഞിരിക്കലാണ്. ഇപ്പൊ നോക്കുക, അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ അടുത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു. അതേ സമയത്ത് തന്നെ ഇതിനകത്ത് പ്രശ്നം ഇതില് നീലക്കുറുക്കൻ എത്ര ചായം പൂശിയാലും കുറുക്കൻ തന്നെയാണ്. അത് എങ്ങനെയെങ്കിലും ഒക്കെ ഇവരുടെ സ്വഭാവം പുറത്തു വരും. ഇവരെത്ര അയ്യപ്പ സംഗമം നടത്തിയാലും ഇവരെത്ര ശ്രീകൃഷ്ണ ജയന്തി നടത്തിയാലും ഇവരുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള ഹിന്ദു വിരുദ്ധതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതും ഹിന്ദു വിരുദ്ധതയും ഈ SDP പോലെയുള്ള പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതുമാണ്. അടിസ്ഥാനപരമായിട്ട് അവരങ്ങനെയാണെന്ന്. അവർ ഒരു വശത്ത് അയ്യപ്പ സംഗമം നടത്തണമെന്ന് പറയുന്നു, ശ്രീകൃഷ്ണ ജയന്തി പറയുമ്പോഴും ഇതറിയാതെ ഒരുപക്ഷെ ചിലപ്പോൾ അതിന്റെ അവരുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലുന്ന സമയത്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അറിയാതെ ഈ നീലക്കുറുക്കിന്റെ ചായം അങ്ങോട്ട് മാഞ്ഞു പോകും. ആ ചായം ഇല്ലാതാകുമ്പോഴാണ് ഇതൊക്കെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം വെളിവാകുന്നത്. എനിക്ക് ഇവരോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം മാത്രമാണ്, ഇന്ന് കേരളത്തിലെ മാധ്യമത്തിനായാലും വിവിധ സംഘപ്രസ്ഥാനങ്ങൾക്കായാലും വളരെ ശക്തമായിട്ടുള്ള
വേരോട്ടമുള്ള മണ്ണായിട്ട് കേരളം മാറിയിട്ടുണ്ട്. പണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെയൊക്കെ പ്രാരംഭഘട്ടത്തില് ഈ ബാലഗോകുലത്തിന്റെ ശോഭായാത്രകളും നമ്മളുടെ സംവിധാനങ്ങളും ഒക്കെ മുടക്കാൻ നോക്കിയിട്ട് അന്ന് നടന്നിട്ടില്ല. അതായത് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നെയല്ലേ ഈ മരം പെയ്തിട്ട് നനയാൻ വേണ്ടി പോകുന്നത്, ഒരു നനച്ചിലും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ അവർ കയ്യിൽ വെച്ചാൽ മതി. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളോടൊന്നും ശോഭായാത്രയുടെ ശോഭ കെടുത്താനോ ശ്രീകൃഷ്ണ ജയന്തി ഇല്ലാതാവാനൊന്നും പോകുന്നില്ല. ഇത് നീലക്കുറുക്കന്റെ നിറം മഞ്ഞത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ നോക്കൂ, ഞാനും ഇപ്പോ ഇന്നലെ നമ്മളെല്ലാവരും നിങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അത് നമ്മുടെ പ്രസ്ഥാനങ്ങളോട് മാത്രം അടുത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, പൊതുജനങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റെടുത്ത ഒരു ശോഭായാത്രയെ അതിനെ ഇങ്ങനെ ഇതിനകത്ത് കയറിയിട്ട് അക്രമത്തിലൂടെ ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ഓർമ്മിപ്പിക്കുന്നു, മഴ പെയ്തിട്ട് നനയാത്തവരും മരം പെയ്യുമ്പോൾ നനയാനൊന്നും പോണില്ല. അതുകൊണ്ട് ഇതിന് നൂറുകണക്കിന്, ഞാൻ കൃത്യമായിട്ടുള്ള കണക്കെന്നില്ല എങ്കിലും ബാലഗോകുലം നടത്തിയിട്ടുള്ള, കേരളത്തിലൊട്ടാകെ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ശോഭായാത്രകൾ രണ്ടിടത്ത് മാത്രമാണ് അവർക്ക് തടയാൻ ശ്രമിക്കാനെങ്കിലും പറ്റിയിട്ടുള്ളൂ. അത് ശ്രമം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും പറ്റിയിടുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോട് കൂടി ബാലഗോകുലവും ശോഭായാത്രയും ഇനിയും നടത്തുക തന്നെ ചെയ്യും. അങ്ങനെ പേടിപ്പിക്കാമെന്ന് ഇവരാരും വിചാരിക്കുന്നു. വളരെ നന്ദി ശ്യാംരാജ്, ഈ ഘട്ടം ഞങ്ങളോട് പ്രതികരിച്ചതിന്.